തിരുവോണം കെങ്കേമമാക്കാൻ മലയാളികൾ അവസാനവട്ട ഒരുക്കത്തിൽ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ പൂവിപണിയും പച്ചക്കറി വിപണിയുമെല്ലാം സജീവമാണ്. ഇപ്പോൾ എറണാകുളത്ത് നിന്നും എബി ചേരുന്നുണ്ട്. എബി, ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ആഘോഷങ്ങൾ എവിടെ വരെ എത്തി? ഹരിത, ഓണത്തിന്റെ അവസാന വട്ട ഒരുക്കങ്ങളിലേക്കാണ്. അത് ഉത്രാടപ്പാച്ചിൽ, അത് ആ വാക്ക് പോലെ തന്നെ അത്തരത്തിൽ ഒരു വലിയ തിരക്കിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ഈ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലേക്ക് നാട് നഗരവുമൊക്കെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ അത് ഈ ഓണത്തിന്റെ സദ്യകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന വട്ട ഒരുക്കങ്ങളിലാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കടകളിലൊക്കെ തന്നെ ഇന്നലേക്ക് കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ ഇതിപ്പോ ലൈറ്റ് ഉൾപ്പെടെ മനസ്സിലാകും. അത് ഒരുപാട് നേരത്തെ തന്നെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വിപണി ഉണർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് 7 മണിക്ക് നമ്മൾ ഈ പൂവിപണി ഒക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ ബ്രോഡ്വേയിലൊക്കെ ചെന്നപ്പോഴും ഈ പച്ചക്കറി വിപണി എത്രമാത്രം സജീവമായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നിലവിലുള്ള തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിൽ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ അതിൻ്റെ ഒരു നിറവുള്ളൊരു സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ അത്രമാത്രം ചേർന്ന് നിൽക്കുന്നൊരു ഇടം കൂടിയാണ്. അവിടെ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു വലിയ കാഴ്ച നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ കടകളിലും ഒരു നിറവ് അനുഭവപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലേക്കൊക്കെ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും പക്ഷേ കടകളിലേക്ക് അത്യാവശ്യം തിരക്കായി. ഇപ്പോൾ രാവിലെ 9 മണി സമയം കഴിയുമ്പോൾ തിരക്കിലേക്കൊക്കെ എത്തുന്നു. ഇനിയിപ്പോൾ ഇനിയിരിക്കുന്ന ഓരോ മണിക്കൂറുകളിലും ഇതിന് വലിയ രീതിയിലുള്ള തിരക്ക് ഉറപ്പായി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാണോ? എല്ലാം സെറ്റായി ഓണം? പിന്നെ അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. വയനാട് ഒഴിച്ചു ബാക്കിയൊക്കെ സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഓണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്ന ആളുകളെയൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധനം പച്ചക്കറികളൊക്കെ എടുക്കുന്നു. ഇവിടെ ഉള്ളതാണെങ്കിൽ തന്നെ നമുക്ക് ആ നിലക്ക് തന്നെ വാഴച്ചുണ്ട് ഉൾപ്പെടെയുള്ള കൂർക്ക, ഒപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓണത്തിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. തിരക്കൊക്കെ ഉണ്ടോ കടയിൽ? ആളുകളൊക്കെ തിരക്ക് പറയുന്നല്ലോ, വരൂ സമയമായി ഉണ്ട്. ഓണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഒരുക്കി ഈ വിപണിയിലുള്ളവർ ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇങ്ങനെ നിരവധി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചേട്ടനും ചേച്ചി നമുക്കറിയാം. ചേട്ടൻ പേരെങ്ങനെയാ? കൃഷ്ണൻകുട്ടി. തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ നമ്മളങ്ങനെ പാട്ടിലും കവിതയിലൊക്കെ നമ്മൾ നിരവധിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ല ഈ സാധനം, അല്ലേ? ഇത്രയും തുമ്പപ്പൂ ആദ്യമായിട്ട് കാണും ഇങ്ങനെ. ഇത് ഒരു ആകെ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തെ കാടാണ്. അവിടെ നിന്ന് പറിച്ചെടുക്കണം. പറമ്പിൽ നിന്ന് പറിച്ചെടുക്കണം. ഇത് ഒരു കെട്ടിന് 50 രൂപയൊക്കെ കൊടുക്കണം. ആളുകൾ മേടിക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും മഞ്ഞില്ല. തൃപ്പൂണിത്തറ പോയാൽ അറിയാം അങ്ങനെയാന്നുള്ളത്. തൃപ്പൂണിത്തറയ്ക്ക് പോകാനായിട്ടാണോ? അങ്ങനെ പോകാനായിട്ട് നിൽക്കണം. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാൻ നിൽക്കണം. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയുടെ കൂടിയാണോ? അതെ, ഞങ്ങളുടെ ചേച്ചിയുടെ പേരെങ്ങനെയാ? കാർത്തികേയനി. ഇപ്പോൾ തുമ്പപ്പൂ ഒരു വണ്ടി തുമ്പപ്പൂ ഉണ്ട്. അത് ആവശ്യക്കാർക്ക് ഇവിടെ ഇപ്പോൾ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ തൃപ്പൂണിത്തറയ്ക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് എത്തിയാലും തുമ്പപ്പൂ വാങ്ങാൻ കഴിയും. എന്തായാലും ഇങ്ങനെ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ വിപണി അതിൻ്റെ തിരക്കിലേക്കൊക്കെ എത്തുന്നു. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓണം അത് അല്പസമയം മുമ്പ് നമ്മൾ പ്രതികരിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വയനാട് ഒഴികെ ബാക്കി ആ ഒരു ദുഃഖം നമുക്കുണ്ട്. പക്ഷേങ്കിൽ ആ ദുഃഖത്തെ നമ്മൾ ഈ ഒരു ആഘോഷങ്ങൾ കൊണ്ട് മറികടക്കും എന്നുള്ളത് തന്നെയാണ്. ആ വിപണികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളുമുണ്ട്. ഈ കടകൾ ഈ നിലയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്കിങ്ങനെ ഓരോരോ കടകളിലും കാണാൻ വേണ്ടി കഴിയും. ഓരോ സംഭവങ്ങളൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് നിസാറും. എങ്ങനെയാണ് ഓണത്തിന്റെ വിപണി എങ്ങനെയാണ്? തിരക്കുണ്ടോ? തിരക്കായി വരുന്നുള്ളൂ. ഇത് നമുക്ക് കാണാം. എല്ലാ സാധനങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ അടുക്കി അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ വെച്ചേക്കാണ്.
അതിൽ വാങ്ങാനായിട്ട് വരുന്ന ആളുകളുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയും. പച്ചക്കറി, പഴം ഉൾപ്പെടെയുള്ള മുഴുവൻ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതിനേക്കൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ ആ ഒരു നിറവിലേക്ക് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഉത്രാടപ്പാച്ചിൽ. നമുക്ക് അറിയാം, ആ ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവുമെല്ലാം. എബി, അതേസമയം തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് ഈ കാഴ്ചകളൊക്കെ. ഈ ഉത്രാടവും തിരുവോണത്തിനും ഈ പച്ചക്കറികളൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഈ കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ല. ആളുകളൊക്കെ തന്നെയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോരോ സാധനങ്ങളും ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഭംഗിയിൽ തന്നെ അടുക്കി വെക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവരുന്ന പാവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓണത്തിൻ്റെ ഒരു സമയത്ത് ആ ഒരു വിപണി കുറെ കൂടി സജീവമാകുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പല സംഭവങ്ങൾ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫറുകൾ ഉൾപ്പെടെയുള്ള ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. ആ നിലയ്ക്കും വിപണി അതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കൂടി നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. എന്തായാലും വിലവർദ്ധനവ് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ടായി ഒരു പ്രതിസന്ധിയാകുന്നൊരു ഘട്ടം നിലവിലില്ല എന്നുള്ളതാണ്. നമ്മൾ രാവിലെ പൂക്കച്ചവടക്കാരുടെ അടുത്ത് പോയ സമയത്തും അവരും പറഞ്ഞത് ആ നിലയ്ക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ ഉള്ള ഒരു റേറ്റൊക്കെ തന്നെ ഇത്തവണയും ഉള്ളൂ. അപ്പോൾ പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ ഏതാണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു നിലയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വാഴയിൽ ഉൾപ്പെടെ ഇപ്പോൾ നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ട് വാഴയിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ സജീവമായിട്ട് അല്ലെങ്കിൽ ഇവിടെ റെഡിയാണ് എന്നുള്ളതാണ്. ഇത് വാങ്ങി എല്ലാം ഒരുക്കി കഴിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന വാഴയില വരെ നമുക്ക് വിപണിയിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്നുണ്ട്. ആ ഒരു നിലയിലേക്ക് നമ്മുടെയൊക്കെ പറമ്പുകളിൽ നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന സാധനം അത് ഇപ്പോൾ നമുക്ക് അതും ഉൾപ്പെടെ നമുക്ക് സദ്യക്കുള്ള സാധനങ്ങളിലൊക്കെ ഒരു ഇതായി വാങ്ങാനായിട്ട് കഴിയുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ആ ഒരു തിരക്കിലേക്ക് ഉത്രാടപ്പാച്ചിലിൻ്റെ ആ ഒരു ഓട്ടപ്പാച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ തിരക്ക് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. ശരി എബി, എന്തായാലും ഓണാശംസകൾ നേരുകയാണ്.